വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ. ഇന്ന് എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ഞാൻ ആ ആളെ ഇൻവൈറ്റ് ചെയ്യാണ്. കമാൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റാണ് ഇന്നത്തെ കോണ്ടന്റ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നൊന്ന് കുട്ടി പറഞ്ഞു കൊടുക്കൂ. ഇന്ന് ഞാൻ അമ്മനെ മേക്കപ്പ് ചെയ്യാൻ പോകും. അതന്നെ. ഇന്ന് ആദ്യമോൻ എൻ്റെ മുഖത്തിലൊരു കുത്തബ് മിനാർ പണിയാൻ വേണ്ടിയിട്ട് പോവാണല്ലേ. താജ്മഹലൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ കുത്തബ് മിനാർ ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചില കാര്യങ്ങളൊക്കെ അവനെ അറിയാം എന്താന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും ഫേസിലിടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ അവനെ അറിയാം കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ല. വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് വേറെ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ നിരത്തി വെച്ചിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഫുൾ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. അവന് എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കേട്ടോ. ചിലപ്പോൾ ഓർഡറിലൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ എന്നല്ല ഓർഡറിലൊന്നും ആയിരിക്കില്ല കേട്ടോ ഇത് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഐറ്റംസൊക്കെ ഇവൻ എങ്ങനെയാണ് എൻ്റെ ഫേസിൽ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡ്രസ്സ് ഒന്ന് മാറ്റി മുടി ഒന്ന് കിട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? മുഖം തുടങ്ങി. ചെയ്തോ, ഞാൻ ഇനി ഒന്നും പറഞ്ഞില്ല കേട്ടോ, ഒന്നും പറയില്ലേ. അപ്പോൾ ആദ്യം തന്നെ എടുക്കുന്നത് മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ഇല്ലേ, അതാണ് കേട്ടോ എടുക്കുന്നത്. ആൾ വിചാരിച്ചത് ഇത് എന്താ പറയുക, ക്ലെൻസ് ചെയ്യുന്ന ആ വൈപ്പില്ലേ അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്ത് തുടച്ച് തരുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഒക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങട്ടെ. ഇനി അടുത്തതായിട്ട് എന്താ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? സൺസ്ക്രീൻ. അത് അവനെ അറിയാം കേട്ടോ, ഞാൻ എപ്പോഴും ഇടുന്ന സാധനമാണ്. ഞാൻ അങ്ങനെ ഇട്ടേ, ഇവിടെ ഇരുന്നോ, കയ്യിലെടുത്തോ. എന്നിട്ട് സൺസ്ക്രീൻ എന്തിനാ ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശം തട്ടുമ്പോൾ കറക്കൂലേ അന്നേരം, അതിന് ഇതില് സംഭവം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലെടുക്കാം. ഞാൻ വേറൊരു സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അവനെ ഇതെടുത്തോട്ടെ. അപ്പോൾ സൺസ്ക്രീനിനെ പറ്റിയിട്ട് അവന് നല്ലോണം അറിയാം കേട്ടോ. കാരണം ഞാൻ നാഴികയ്ക്ക് 40 വട്ടവും എല്ലാവരോടും പറയുന്നതാണ്, ഭയങ്കര ചൂടാണ്, സൺസ്ക്രീൻ എന്തായാലും എല്ലാവരും ഇടണം കേട്ടോ. പ്രത്യേകിച്ച് ശ്രുതിനോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം അവന് അറിയാം എന്താണ് എങ്ങനെയാണെന്നുള്ളത്. എത്തത് കഴുത്തില ഫുള്ള്. ഓക്കെ, മതി. ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യാൻ കുറച്ചൊരിത്തിരി പ്രയാസമാണ്. കാരണം അതൊരു വൈറ്റ് കാസ്റ്റ് വരുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. പക്ഷേ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഫേസിലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണായിട്ട് മാച്ച് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ കഴുത്തിൽ കണ്ടോ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ഇല്ലേ. ഞാനാക്കാം തീർച്ചയായിട്ട് എത്രയാ വാരി തേച്ചത്. ഞാൻ കുളിക്കേണ്ടി വരും സൺസ്ക്രീനിൻ്റെ അകത്ത്. ഈ ഒരു സൺസ്ക്രീൻ ഇല്ലേ, ഗുഡ് വൈബ്സിൻ്റെ, നമ്മൾ ഫേസിലിടുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അത് നോർമലി സെറ്റായി പോയിക്കോളൂ കേട്ടോ നമ്മുടെ സ്കിന്നുമായിട്ട്. ഓക്കെ, സെറ്റ് ചേട്ടായി. ഇനി അടുത്തത്, ഇനി ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് ലിപ്സ്റ്റിക്കിൽ കയറിയോ. ഇത് എൻവൈബയുടെ ലിപ്സ്റ്റിക്കില്ല. എൻ്റെ അടുത്ത് ലിപ്സ്റ്റിക്ക് എന്ന് പറയാൻ ഒരുപാടില്ല കേട്ടോ. ഒന്ന് നിറം മാറി വന്നിട്ടുള്ള ലിപ്സ്റ്റിക്കും ഒന്ന് ഈ ഒരു ലിപ്സ്റ്റിക്കും, അങ്ങനെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ലിപ് ബാമാണുള്ളത്, അതും കളറുള്ളത് കാരണം അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് കിട്ടാം. അതെന്താ കാണിച്ചു കൊടുക്കുന്നത് സാധനം?
ചോക്ക് ക്രീമാണ് കേട്ടോ. ചിരിഞ്ഞ് കാണൂല. മതി, ഒറ്റ പ്രാവശ്യമാക്കിയാൽ മതി. അത്ര ആക്കാൻ മതി. എന്താ മതി. ഇതും ഞാൻ ഫേസിലിടുന്നത് അവൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ ഫേസിലിടാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പക്ഷേ എനിക്കൊരു ഡൗട്ടുണ്ട് ഇതിൽ. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം എല്ലാ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ശരി. സംഭവം ഇത് മുഖത്തിടുന്ന സമയത്ത് നല്ലൊരു ബ്രൈറ്റനിങ് അല്ലെങ്കിൽ നല്ലൊരു ടിൻറ്റഡായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു ഹൈലൈറ്റ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. എന്താ സാധനം? അത് ഇടണോ? ലിപ് ബാം. അങ്ങനെ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മേലെ ലിപ് ബാം ഇട്ട് തന്നപ്പോൾ എന്താ പറയുക, ആ ലിപ്സ്റ്റിക്ക് നല്ല ഒരു മാറ്റ് ലിക്വിഡാണ്. അപ്പോൾ അതൊന്ന് എന്താ പറയുക ഗ്ലോസി ആക്കിയിട്ട് റെഡി ആക്കി കിട്ടിട്ടോ. കോമ്പാക്റ്റ്. ഈ കോമ്പാക്റ്റ് ആക്ച്വലി ഞാൻ വാങ്ങിയത് എന്തിനാണെന്നറിയോ, നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു ഡാൻസിൻ്റെ, അതിനേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് മാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ നമ്മളെ കൈമ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ പക്കാ മേക്കപ്പാണ് കിട്ടുക. അപ്പോൾ അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. എന്താ കാണിച്ചെടുക്കും. ഇത് മസ്കാരയാണ് കേട്ടോ, മാൾസിൻ്റെ മസ്കാരയാണ്. ഇത് അവനറിയാം കേട്ടോ, ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ണടച്ച് വെച്ചിട്ട് ചെയ്യുന്ന അതിനോട് എനിക്ക് അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം പേടിപ്പെടുത്തുന്നതായിരുന്നു. അവൻ കൺമഷി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച ഐബ്രോ ഫില്ല് ചെയ്യാനാണെന്ന്. അത് അവൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നേരെ വന്നതേ കണ്ടുകൊത്തില്ലേ പേടിയിട്ട് കണ്ടടിക്കല്ലേ. അത്യാവശ്യം പേടിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ ഇരുന്നത്. പേടിച്ചിട്ട് മിണ്ടാതിരുത്തതാ ഞാൻ. ഇനി ഞാൻ കണ്ണടച്ചിട്ട് എങ്ങാനും ഇട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണങ്ങ് പോവുമല്ലോ. അപ്പം അതിനോട് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നെടുത്ത്. പക്ഷെ ആൾ നന്നായിട്ട് തന്നെ കണ്ണ് എഴുതി തന്നിട്ട് അപ്പോൾ കണ്ണൊക്കെ എഴുതി സെറ്റാക്കി തന്നിട്ടുണ്ട്. കണ്ണിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ എഴുതി തന്നിട്ടുണ്ട്. എല്ലാം ഉപയോഗിക്കണം എവിടെയെങ്കിലുമൊക്കെ. ഈ പച്ചിട്ടെടുത്തത് ഇനി എന്താ, ഇനി ഇതൊന്നും ഉപയോഗിച്ചില്ല, ഉപയോഗിക്കാത്ത സാധനങ്ങളാകുന്നത് അതൊക്കെയാ. ഇതേതാ അത് കാണിച്ചിരിക്ക്. ആദ്യം തന്നെ ലിപ്സ്റ്റിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് ലിപ് ബാം ഇട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ മേലെ കൂടെ അതാ ലിപ് ലൈനും കൂടി ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. കാണിച്ചെടുക്ക എന്താന്ന് കണ്ണില്ലേ. ഇതാണ് സാധനം. കൺട്രോൾ ഇല്ലാത്ത സാധനം. തീരെ കൺട്രോൾ ഇല്ല. കണ്ണിന്റെ ഉള്ളിൽ കൂടെ അല്ല, എന്നിട്ട് കണ്ണിലിടുന്ന സാധനം അറിയാലോ. അറിയാം. ഓക്കെ. കണ്ണ് ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം അതിനോണ്ട് ഐലൈനർ ഞാൻ തന്നെ ഇടാം. ഐലൈനർ കണ്ണെഴുതുന്നതാണെന്നുള്ളത് അവനറിയാം. അവൻ കാണുന്നതാണല്ലോ ദിവസവും. കണ്ണെഴുതാതെ ഞാൻ അങ്ങനെ എങ്ങോട്ടും പോകാറില്ല. അപ്പോൾ അവനതറിയാം. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലുക്കിൽ എനിക്കൊരു വീഡിയോ വേറെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ എഴുതിയിട്ടോ കണ്ണ്. എന്താ മരുന്നോ?
ഇത് ഞാൻ ഡാൻസിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നോർമലായിട്ടുള്ള ഡാസ്ലറിൻ്റെ ഫൗണ്ടേഷൻ ഇല്ലേ, അതാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇപ്പോൾ മുഖത്ത് സ്റ്റോക്ക് ക്രീമും എന്താ കോമ്പാക്റ്റും ഒക്കെ ഇട്ടതിന് ശേഷം എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടതാണ് കേട്ടോ. എങ്ങനെയാണെങ്കിലും എന്തൊക്കെ വാരി തേച്ചിട്ടുണ്ടെങ്കിലും ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടമായിട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല രസമായിട്ടായിരുന്നു. ഒക്കെ തിരിഞ്ഞു പോയെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആൾ നന്നായിട്ട് തന്നെ എന്താ പറയുക, നമുക്കിങ്ങനെ ഫേസിലിട്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞോ? എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചോ? മതിൻ്റെ അമ്മേ, കുളിപ്പിച്ച് കുട്ടിൻ്റെ ഇടായി പോവാ പറഞ്ഞില്ലേ, അതേമാതിരിയാവും. ഇനി എന്താ സെറ്റായോ? കഴിഞ്ഞോ? ശരിഞ്ഞു. കഴിഞ്ഞോ? ഇനി എന്താ ചെയ്യാണ്ടോ? ഒരു സാധനം ഉപയോഗിച്ചില്ലല്ലോ. ഇതാ ഇത് തന്ന സാധനങ്ങളൊക്കെ ഉപയോഗിക്കണം. എവിടെ പച്ച കളറുള്ള എന്താ മാറിപ്പോയ? എന്താ എവിടെ ഉപയോഗിക്കുന്നേ? കണ്ണിലോ? ഇനി കണ്ണില് വേണ്ട, ഐലൈനർ ഒക്കെ എഴുതി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഈ ഒരു കൺമഷി ഞാൻ കളറ് നോക്കാതെ വാങ്ങിയതായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, പച്ച കളറാണ് കേട്ടോ. ആളെന്താ ചെയ്തറിയാം, അന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ പച്ച കളർ വെച്ച് നമുക്ക് ഐ ഷാഡോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സംഭവം അവന് ഓർമ്മ വന്നിട്ട് ഇവൻ അത് ചെയ്തു തന്നു കേട്ടോ. പച്ച കളറും നല്ല ആളാ. എവിടൊക്കെ വരച്ചു ഉണ്ടോ, ചിത്രം വരച്ചു ഇങ്ങനെ. അങ്ങനെ ഫൈനലായിട്ട് 2 കണ്ണിലും കൂടി കുത്തി വരഞ്ഞൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. അത് ഐ ഷാഡോ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ ഈ സംഭവം. നല്ല രസമുണ്ട് അല്ലേ? കൊള്ളാം. ഒക്കെ തല തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒക്കെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലല്ലേ, നല്ല രസമുണ്ട്. ചുന്ദരിയായല്ലേ എന്തേ? ഒക്കെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലേ, രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സംഭവം എന്താ വെച്ചാലേ, ഞാൻ യൂസ് ചെയ്യുന്ന ഈ സൺസ്ക്രീൻ ആണെങ്കിലും അതേപോലെ തന്നെ ലിപ് ബാം ആണെങ്കിലും ലിപ്സ്റ്റിക് ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഇവൻ എന്നും കാണുന്നതാണ്. അപ്പം ലിപ് ലൈനർ ആണെങ്കിലും ഒക്കെ കാണുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ഓർഡർ കറക്റ്റ് അറിയില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനൊരു വീഡിയോ ചെയ്യാം, ഇവൻ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്നറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ലുക്കാണ്? ഈ ലുക്കാണ്. അപ്പോൾ ആദ്യമോൻ എൻ്റെ മുഖത്ത് പണിതിട്ടുള്ള കുത്തബ് മിനാറാണ് ഇപ്പോൾ അത്. സംഭവമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും അവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ഐലൈനർ ഉണ്ടായിരുന്നു, നമ്മൾ മാറിപ്പോയതാ, കളറ് മാറിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രീൻ കളറാണ് വരുന്നത്. അത് അവൻ ഐ ഷാഡോ ആക്കി വരെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും സംഭവമൊക്കെ തല കുത്തനൊക്കെ ആണ് ചെയ്തതെങ്കിലും കൂടെ നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിട്ട് നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, മുടിയൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിച്ചു അവൻ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക അറിയാതെയൊക്കെ അങ്ങനെ കൺഫ്യൂഷനായിട്ടൊക്കെ ഒന്ന് കളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ആ സംഭവം ഫ്ലോപ്പായിപ്പോയി. അവനെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടേക്ക് നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ ഞങ്ങൾക്കതൊരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.